ഗർഭകാലം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വളരെ മനോഹരവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പലതരം അനുഭവങ്ങളും കലർന്ന ഒരു കാലഘട്ടമാണത്. എന്നാൽ പലരിലും ആ ഒരു കാലഘട്ടത്തിൽ കുറേയേറെ പ്രശ്നങ്ങൾ യൂഷ്വലി ഒരു ഗർഭകാലം അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ നോർമൽസിയിൽ നിന്നും മാറി ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് കുറേ സ്പെഷ്യാലിറ്റീസും കുറേ സിംറ്റംസും കുറേ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ആസ്വദിക്കത്തക്ക തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ ഒരു വ്യക്തിയിൽ ഉണ്ടായേക്കാം. എന്നാൽ ചില കാര്യങ്ങൾ ഓവറായി കഴിഞ്ഞാൽ, അതായത് ചില ചെറിയ സിംറ്റംസ് അമിതമായി അയാളെ ബാധിച്ചു തുടങ്ങിയാൽ അത് നമ്മൾ ഉറപ്പായിട്ടും ഒരു പ്രോപ്പർ കൺസൾട്ടേഷനിലൂടെ മരുന്ന് കഴിച്ച് മാറ്റേണ്ടതാണ്. ബിക്കോസ് ഒരു പെയിൻഫുൾ ഓർമ്മയാകാൻ പാടില്ല ഒരാളുടെ പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭകാലം. അതിൽ ആദ്യമേ വരുന്ന ഒരു സംഭവമാണ് ഒരാൾ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ എല്ലാ മൂവീസിലും കാണാറുണ്ടല്ലേ, പ്രഗ്നൻസി ആണ് എന്ന് അറിയിക്കുന്നത് ഒരു ഓക്കാനത്തിലൂടെയും ഛർദിലൂടെയാണ്. അത് യൂഷ്വലി നമ്മൾ പറഞ്ഞ മോർണിംഗ് സിക്നെസ് എന്നാണ്. ബ്ലഡിൽ ഉണ്ടാവുന്ന ഹോർമോൺസിലെ ഒരു ചെറിയ ഇൻക്രീസ്, ബോഡിയിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ചേഞ്ചസിൻ്റെ ഒരു ഫസ്റ്റ് ഇൻഡിക്കേറ്ററാണ് മോർണിംഗ് സിക്നെസ് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഓക്കാനവും ഛർദിയും. എന്നാൽ ചിലരിൽ ഇത് അമിതമായിട്ടുണ്ടാവും. പൊതുവേ 3 മാസം അല്ലെങ്കിൽ ആദ്യത്തെ 3 മാസങ്ങളിൽ മാത്രമാണ് മിക്ക ആൾക്കാരിലും ഒരു 70% ആൾക്കാരിൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഈ സിംറ്റം അല്ലെങ്കിൽ ഈ ഒരു ലക്ഷണം ഇല്ലാതെയാകും. എന്നാൽ മറ്റു ചിലരിൽ ഈ സിംറ്റം അത് കഴിഞ്ഞും നീണ്ടു നിൽക്കുകയും ഇതിൻ്റെ ഗ്രാവിറ്റി വല്ലാതെ കൂടി എന്ത് ഭക്ഷണം കഴിച്ചാലും ഓക്കാനിക്കുകയും ഛർദ്ദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരികയും അവർക്ക് നോർമൽ ഫുഡ് കഴിക്കാൻ പറ്റാതെ വരികയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതിന് നമ്മൾ പറയുന്നത് ഹൈപ്പർ എമെസിസ് ഗ്രാവിഡേറം എന്നാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷന് ഗർഭകാലത്തിൽ സാധാരണ അനാവശ്യമായ മരുന്നുകൾ കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം എപ്പോഴും കൊടുക്കാറുള്ളത് കൊണ്ട് തന്നെ ഈ കണ്ടീഷനിൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരും. ഹൈപ്പർ എമെസിസ് ഗ്രാവിഡേറം എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ ഉറപ്പായിട്ടും നമുക്ക് മരുന്നുകളുടെ സഹായത്തോടു കൂടി അത് മാനേജ് ചെയ്യേണ്ടതാണ്. കാരണം ഗർഭകാലത്ത് ഒരു സ്ത്രീ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം അവളുടെ ആരോഗ്യം മാത്രമല്ല, കൂടെ തന്നെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ കൂടെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ നോർമൽ നാച്ചുറൽ ഫുഡ് ഇൻടേക്ക് പറ്റിയില്ലെങ്കിൽ, സാധിച്ചില്ലെങ്കിൽ അത് കുഞ്ഞിൻ്റെ വളർച്ചയെയും അതിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ എല്ലാം ബാധിച്ചെന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഒരാളിലുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യത്തക്ക മെഡിസിൻസ് ഉണ്ട്. ഒരു നല്ല കൺസൾട്ടേഷനിലൂടെ ഈ കണ്ടീഷന് വേണ്ടി മരുന്ന് കഴിച്ച് അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുത്ത് നമുക്ക് ബെയറബിൾ രീതിയിൽ മാത്രമുള്ള കംപ്ലൈൻ്റായി മാറി ഒരു പ്രഗ്നൻസി എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും.